السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. إلهي أنت مقصودي ورضاك مطلوبي. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളിലും റാഹത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് പന്നിയായി മാറിയ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുസീബത്തുകളെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനരായ നബിയും സഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അറബികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മദീന പള്ളിയുടെ വാതിലിന്റെ ഭാഗത്ത് വന്ന് കരയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മായബ്കീക യാ ശബാബ്, നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് കരയുന്നത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് മാത അബീ, എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. വലൈസ ലഹു കഫനുൻ വലാ ഗാസിലുൻ, എന്റെ ഉപ്പാനെ കഫൻ ചെയ്യാൻ കഫൻ തുണിയില്ല, എന്റെ ഉപ്പാനെ കുളിപ്പിക്കാൻ ആളില്ല നബിയേ, എനിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയൂല നബിയേ, ആരും എന്റെ ഉപ്പാനെ കഫൻ ചെയ്യാൻ കഫൻ തുണി തരുന്നില്ല നബിയേ. അമറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് അബൂബക്കർ തങ്ങളോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ആ ചെറുപ്പക്കാരന്റെ ഉപ്പയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ മഹാനായ അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും ഉപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉപ്പയെ കാണാനില്ല. ഒരു പന്നി കിടക്കുന്നുണ്ട്. ഒരു പന്നിയാണ് അവിടെ കിടക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ ഉപ്പയെ കാണാനില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരന്റെ ഉപ്പയുടെ മയ്യത്ത് ഒരു പന്നിയായി മാറിയിട്ടുണ്ട്. റബ്ബേ, ഉടനെ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് പോവുകയാണ്. യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു പന്നിയായി മാറിയിട്ടുണ്ട് നബിയേ. ഇത് കേട്ടപ്പോ ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ചെറുപ്പക്കാരന്റെ ഉപ്പയുടെ ജനാസയുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞതും ഉമർ തങ്ങളും പറഞ്ഞത് ശരിയാണ്. ഒരു പന്നിയുടെ കോലമായി അവിടെ ആ ജനാസ കടക്കുന്നുണ്ട്. ഉടനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് രണ്ട് കൈയും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ കാണുന്ന മയ്യത്തിന്റെ യഥാർത്ഥ രൂപം നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന പ്രകാരം ഉടനെ ശരിക്ക് ജനാസയുടെ രൂപത്തിലായി മാറുകയാണ്. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്, മയ്യത്ത് കഫൻ ചെയ്യുകയാണ്. അങ്ങനെ കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് ഖബറിലേക്ക് വെച്ച ഉടനെ വീണ്ടും അതാ ആ ജനാസ പന്നിയുടെ രൂപത്തിലായി മാറുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തന്നെ ഖബർ മൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അല്ലയോ മോനെ, നിന്റെ ഉപ്പ ജീവിതകാലത്ത് വല്ല തെറ്റും സ്ഥിരമായി ചെയ്തിരുന്നോ? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പ നല്ല പ്രവർത്തനം നടത്തുന്ന ആളായിരുന്നു, ജനങ്ങളെ സഹായിക്കുന്ന ആളായിരുന്നു. പക്ഷേ എന്റെ ഒരു ഉപ്പ ജീവിതത്തിൽ എന്നും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ താരിഖുസ്സലാത്ത്, എന്റെ ഉപ്പ താരിഖുസ്സലാത്ത്, നബിയെ, എന്റെ ഉപ്പ നിസ്കരിക്കാത്തവനാണ്, എന്റെ ഉപ്പ നിസ്കരിക്കില്ല നബിയേ. ഇത് കേട്ടപ്പോ ഉടനെ അല്ലാഹുവിന്റെ റസൂല് സഹാബിമാരോട് പറയുകയാണ്, ഉള്ളുറു ആലമൻ തറക്കസ്വലാത്ത്, നിങ്ങൾ
കണ്ടോളൂ നിസ്കരിക്കാത്തവന്റെ അവസ്ഥ ഇങ്ങനെയാണ് സഹാബിമാരെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. കല്യാണത്തിന് പോകുമ്പോ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളില്ലേ, അതുപോലെ വീടിരിക്കുന്ന സമയത്ത് നിസ്കാരം കളാക്കുന്ന ആളുകളില്ലേ, സമ്മേളനത്തിന് പോകുമ്പോ നിസ്കാരം കളാക്കുന്ന ആളുകളില്ലേ, അള്ളാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ. അള്ളാഹു കാക്കട്ടെ. 5 വക്ത് നിസ്കരിക്കാൻ അള്ളാഹു നമ്മൾക്ക് മനസ്സ് നൽകട്ടെ. ഒരാൾ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? യമൂതു ജാഇയം വ അത്ശാനാ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതെന്താ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയും. ആരും ഇവിടെ ബാക്കിയാവുകയില്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമില്ലാ മഹാലത സായിലു. അല്ലാത്ത എല്ലാ വസ്തുക്കളും ഈ ദുനിയാവിൽ നിന്ന് നശിച്ചു പോവുകയാണ്. അല്ലാഹ് മാത്രമേ ബാക്കി നിൽക്കൂ എന്ന് കവികൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരിച്ചു പോകുമ്പോ വിശന്നവനായി പച്ച വെള്ളം കിട്ടാതെ നമ്മൾ മരണപ്പെട്ടു പോകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾക്ക് വെള്ളം തരാൻ ആരും വരൂല. ഹൗദുൽ കൗസർ കുടിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. ഇത് നിസ്കരിക്കാത്തവനിക്കുള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെ യുലീഖു അലൈഹിൽ ഖബറു, ഖബർ അവനിക്ക് കുടുസായി മാറുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് ഖബറിലാണ്, പച്ച മണ്ണിലാണ് കേട്ടോ. ആ കാര്യം നമ്മൾ മറന്നു പോകണ്ട. അന്നസീത യാ മഗ്റൂറു അന്നക മൈതുൻ ഐകിം ബി അന്നക ഫിൽ മഖാബിരി നാസിലു തബിലാ വതഫനാ വൽ ഖലായിഖു ലിൽ ഫനാ അബിമിഥിലി ഹാദൽ ഐശി യഫറഹു ആഖിലു. ഈ ദുനിയാവിന്റെ മൊഞ്ച് കണ്ട് ദുനിയാവിന്റെ മഞ്ചനയിൽ പെട്ടുപോകേണ്ട മനുഷ്യ, ഇന്നല്ലെങ്കിൽ നാളെ നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഐകിംബി അന്നക ഫിൽ ഖബറിൽ മഖാബിരി നാസിലു. നിന്റെ മക്കളും നിന്റെ കുടുംബക്കാരും നിന്റെ ഭർത്താവും നിന്റെ അയൽവാസികളും നിന്റെ നാട്ടിലുള്ള ആളുകളോ എല്ലാവരും നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ആരും നിന്റെ വീട്ടിൽ നിന്നെ വെക്കുകയില്ല. ഖബറാകുന്ന മണ്ണാകുന്ന ആ പച്ച മണ്ണിൽ കൊണ്ടുപോയി വെക്കുകയാണ്. നീ നല്ല സുന്ദരമായി നോക്കിയ നിന്റെ ശരീരമുണ്ടല്ലോ, അത് ദ്രവിച്ചു പോവുകയാണ്, അത് നശിച്ചു പോവുകയാണ്. പുഴുക്കളും പാമ്പുകളും തേളുകളും തമ്മിൽ തർക്കമാണ്. എനിക്ക് മയ്യത്തിന്റെ തല വേണം, എനിക്ക് മയ്യത്തിന്റെ കണ്ണ് വേണം, എനിക്ക് മയ്യത്തിന്റെ കാല് വേണം, എനിക്ക് മയ്യത്തിന്റെ കൈ വേണമെന്ന് പറഞ്ഞ് പുഴുക്കളും പാമ്പുകളും തേളുകളും സമരത്തിലാണ്, തല്ലിലാണ് കേട്ടോ. അത് നീ മറന്നു പോകണ്ട. നിസ്കാരം നീ ഉപേക്ഷിച്ചാൽ നിന്റെ ഖബർ വല്ലാത്ത പ്രയാസത്തിലാകും. നിനക്ക് ഖബർ കുടുസായി മാറുകയാണ്. നിന്നെ ഖബറൊന്ന് കെട്ടിപ്പിടിച്ച് നിന്റെ എല്ലുകളും വാരിയെല്ലുകളും മുറിഞ്ഞ് ഒടിഞ്ഞു പോവുകയാണ്. ഇന്ന് നിസ്കരിക്കാത്തവന്റെ ശിക്ഷയാണ്. അതുപോലെ യുസല്ലിതു അലൈഹി ഫീ ഖബരിഹി സുഅബാൻ ഇസ്മു ശജാഉൽ അക്ബർ. ശജാഉൽ അക്ബർ എന്ന് പറയുന്ന അതിഭീകരമായ പാമ്പ് നിന്റെ ഖബറിനെ അധികാരപ്പെടുത്തുകയാണ്, നിന്നെ കൊത്തി വലിക്കുകയാണ്. ആ ശുജാഉൽ അക്ബർ എന്ന പാമ്പ് നിന്റെ കൂട്ടുകാരനായി ഖബറിലുണ്ട്. അവൻ ഇടക്കിടക്ക് നിന്നെ കൊത്തി വലിക്കുകയാണ്, നിന്നെ ആക്രമിക്കുകയാണ്. റബ്ബേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അതുപോലെ വദുഖൂലുന്നാർ, നിനക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. നിസ്കരിക്കാത്തവനിക്കുള്ള ശിക്ഷ നരകമാണ്.
നരകമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? എന്താണ് പ്രിയമുള്ളവരെ നരകത്തിന്റെ അവസ്ഥ? വഖൂദു അന്നാസു വൽ ഹിജാറ, അവിടെ കല്ലുകളെയും മനുഷ്യരെയുമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കരുതേ, അത് കൃത്യമായി നിസ്കരിക്കുക. അല്ലാഹുവേ, കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് മനസ്സും തൗഫീഖും നൽകണേ റഹ്മാനെ. അഖബഹുല്ലാ, നിസ്കരിക്കാത്തവനെ അല്ലാഹു കഠിനമായി ശിക്ഷിക്കൂ. ദുനിയാവിൽ വെച്ചും ശിക്ഷിക്കുകയാണ്, മരണസമയത്ത് ശിക്ഷിക്കുകയാണ്. പോരാ, ആഖിറത്തിലും മഹ്ശറയിലും വെച്ച് ശിക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കാതെ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തി കഴിഞ്ഞാലും നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല, നമ്മളെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുകയില്ല, ഒന്നും അല്ലാഹു നമ്മൾക്ക് നൽകുകയില്ല. അതുപോലെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂൽ ചെയ്യൂല. നിസ്കരിക്കാതെ എത്ര സാമൂഹ്യ പ്രവർത്തനം നടത്തിയാലും, എത്ര ആളുകളെ സഹായിച്ചാലും, കുടുംബ ബന്ധം പുലർത്തിയാലും, ഭാര്യയെ സ്നേഹിച്ചാലും, എന്തു ചെയ്താലും പ്രിയമുള്ളവരെ, നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ നിന്റെ ഒരു സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കൂല. നിന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ട. നിസ്കരിക്കുന്നുണ്ടോ അല്ലാഹുവിന് വേണം. അത്രയും ഗൗരവമാണ് നിസ്കാരം. നമുക്കറിയാലോ, ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറലാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ്. കലിമ ഷഹാദത്ത് 1, നിസ്കാരം അതിൽ 2. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട 2ാമത്തെ കാര്യം നിസ്കാരമാണ്. ഇസ്ലാം കാര്യം 5, രണ്ടാമത്തെ കാര്യം നിസ്കാരമാണ്. ആ നിസ്കാരം ഒഴിവാക്കിയിട്ട് പ്രിയമുള്ളവരെ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ പന്നിയുടെ അവസ്ഥയായിരിക്കും, അവന്റെ കോലം പന്നിയുടെ കോലമായി മറിക്കുമെന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, കാക്കണേ റഹ്മാനെ. 5 വക്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കൊക്കെ നിസ്കരിക്കാനും നിനക്ക് ഇബാദത്ത് ചെയ്ത് വഴിപ്പെട്ടുകൊണ്ട് നല്ല മാർഗത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.